Reflex Tech വീഡിയോയിലേക്ക് എല്ലാ പ്രിയ കൂട്ടുകാർക്കും സ്വാഗതം. ഇത് നമ്മുടെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്ന ഒരു 5.2 ഒരു AVR ആണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. ഇതിൽ നമ്മളൊരു പ്രത്യേകം ചെയ്തിട്ടുണ്ട്. നമ്മൾ കുറച്ച് വലിയ ഡിസ്പ്ലേ ആണ് സാധാരണ നമ്മൾ ചെയ്യാറുള്ളത്. ചെറിയ ഡിസ്പ്ലേയിലാണ് ഇത് കളർ ഡിസ്പ്ലേ. വലിയൊരു കളർ ഡിസ്പ്ലേയിലാണ് ഇന്നത്തെ നമ്മുടെ ആംപ്ലിഫയർ ചെയ്തിരിക്കുന്നത്. ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന റിമോട്ട് കിറ്റ് എന്ന് പറയുന്നത് Gtech ആണ് ഇറക്കിയിരിക്കുന്നത്. 3 HDMI ഇൻപുട്ട് ഉണ്ട്, അതുപോലെ തന്നെ HDMI ഔട്ട്പുട്ട്, ARC, ഒപ്റ്റിക്കൽ, കോയാക്സിൽ, ഡിജിറ്റൽ ഇൻപുട്ടുകൾ എല്ലാം ഉണ്ട്. അനലോഗും അതുപോലെ തന്നെ ഉണ്ട്. ഓക്സിലറി ഇൻപുട്ടായിട്ട് അനലോഗ് ഇൻപുട്ട് ഉണ്ട്. പിന്നെ ഡിസ്പ്ലേ കുറച്ച് വലുതാണ്. ഇതിൻ്റെ റിമോട്ട് തന്നെ വരുന്നത് കുറച്ച് വലിയ സൈസ്. നമ്മുടെ ശരിക്കും AVRൽ ഉപയോഗിക്കുന്ന റിമോട്ടിൻ്റെ അതേപോലത്തെ ഒരു റിമോട്ടാണ് ഇതിനകത്ത് Gtech കൊടുത്തിരിക്കുന്നത്. ഈ പ്രാവശ്യം നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് NJW സീരീസ് തന്നെയാണ്. NJW03, 02, NJW02, 81. ഇത് ഉപയോഗിച്ചാണ് നമ്മൾ 5 ചാനൽ എടുത്തിരിക്കുന്നത്. ഓരോ ചാനലും നമുക്ക് 100 വാട്ട് വീതം ലഭിക്കും. സബ് വൂഫറിലും ഇതേ NJW സീരീസ് തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഓരോ സബ് വൂഫറിൻ്റെ ഔട്ട് വരുന്നത് 300 വാട്ടാണ്. അതുപോലെ തന്നെ 2 സബിൻ്റെ ആംപ്ലിഫയർ ആണ് യൂണിവേഴ്സലിൻ്റെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. 300+300 ആണ് നമ്മൾ ഈ പ്രാവശ്യം സബ് വൂഫറിലേക്കുള്ള ആംപ്ലിഫയർ ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ ഇതിനകത്ത് ഉപയോഗിക്കുന്ന ടൊറോയിഡൽ ട്രാൻസ്ഫോമർ നമ്മുടെ പേരിൽ തന്നെ നമ്മൾ പറഞ്ഞ് ചെയ്യിപ്പിക്കേണ്ടതാണ്. നമുക്ക് എത്രത്തോളം വോൾട്ട് വേണം, അതുപോലെ തന്നെ എത്ര ആംപിയർ വേണം, ഇതെല്ലാം പറഞ്ഞ് പ്രത്യേകം നമുക്ക് ചെയ്യിപ്പിക്കേണ്ടതാണ്. 2 ടൊറോയിഡ് ട്രാൻസ്ഫോമറിൻ്റെ അല്ലെങ്കിൽ 2 ട്രാൻസ്ഫോമറിൻ്റെ ആവശ്യമില്ല. ഒറ്റ ട്രാൻസ്ഫോമറിലും ടൊറോയിഡിൽ തന്നെയാണ് നമ്മൾ ഇതിനകത്ത് എല്ലാ രീതിയിലുള്ള വോൾട്ടേജുകളും ടാപ്പിംഗ് എടുത്ത് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ പവർ സപ്ലൈ ബോർഡ് നമ്മൾ തന്നെ ഡിസൈൻ ചെയ്യിപ്പിക്കേണ്ടതാണ്. പല രീതിയിലുള്ള വോൾട്ടേജിന് നമുക്ക് 12 വോൾട്ട് ഫാനിന് ഉപയോഗിക്കാം. സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ഫാനിന് വേണ്ടിയിട്ട് 12 എടുത്തിട്ടാണ് ചെയ്യുന്നത്, നോയ്സോ കാര്യങ്ങളില്ലാതിരിക്കാൻ വേണ്ടി. അതുപോലെ തന്നെ സബ് വൂഫറിന് വേണ്ടി സെപ്പറേറ്റ് വോൾട്ട് എടുത്തിട്ടുണ്ട്. 5 ചാനലിന് വേണ്ടി, പിന്നെ മെയിൻ ഉപയോഗിക്കുന്ന റിമോട്ട് കിറ്റിന് വേണ്ടി, ഇങ്ങനെ സ്പീക്കർ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടുള്ള സെപ്പറേറ്റ് ആണ് എല്ലാനും നമ്മൾ ഈ പവർ സപ്ലൈ ബോർഡ് ഇതേപോലെ തന്നെ ചെയ്തെടുത്തിരിക്കുന്നത്. ഇത്രയൊക്കെയാണ് ഇതിനകത്ത് മെയിൻ ഉപയോഗിച്ചിരിക്കുന്ന ബോർഡുകൾ. ഇനി നമുക്ക് ഇതിൻ്റെ ഇൻറ്റീരിയലും ചെക്ക് ചെയ്താൽ അതുപോലെ തന്നെ ഓഡിയോ ക്വാളിറ്റിയും ചെറുതായിട്ടുള്ള രീതിയിലുള്ള നമുക്ക് ARC ഉപയോഗിച്ചുള്ള ഒരു ഓഡിയോ ക്വാളിറ്റിയും ചെക്ക് ചെയ്ത് നോക്കാം. ഇതാണ് നമ്മുടെ ആംപ്ലിഫയറിൻ്റെ ഉൾവശം വരുന്നത്. ഈ ഭാഗത്താണ് പവർ കേബിൾ കുത്താനുള്ള സ്ലോട്ട് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമ്മുടെ ടൊറോയിഡൽ ട്രാൻസ്ഫോമറാണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ ആംപ്ലിഫയർ വർക്ക് ചെയ്യാനായിട്ട് നമുക്ക് വേണ്ടി വരുന്നത് 55-055 ആണ്. ഇതിന് വേണ്ടിയിട്ട് 35-035, പിന്നെ മറ്റുള്ള സ്പീക്കർ പ്രൊട്ടക്ഷൻ, ഇങ്ങനെ ഇതെല്ലാം കൂടി ഒരുമിച്ച് വൈൻഡ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ട്രാൻസ്ഫോമർ പറഞ്ഞ് ചെയ്യിപ്പിച്ചെടുക്കുന്നത്. പിന്നെ നമ്മുടെ തന്നെ ബോർഡായിട്ടുള്ള റിഫ്ലക്സ് എന്ന രീതിയിൽ നമ്മൾ തന്നെ പറഞ്ഞ് ചെയ്യിപ്പിക്കുന്ന പവർ സപ്ലൈ ബോർഡാണ്. നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് പല രീതിയിലും സപ്ലൈ എടുക്കാം. അതുപോലെ തന്നെ 2-3 രീതിയിലുള്ള പവർ സപ്ലൈ എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനത്തെ ഒരു പവർ സപ്ലൈ ബോർഡ് നമ്മൾ തന്നെ പറഞ്ഞ് ചെയ്യിപ്പിച്ചിരിക്കുന്നത്. ഇതാണ് നമ്മുടെ സബ് വൂഫറിൻ്റെ ആംപ്ലിഫയർ വന്നിരിക്കുന്നത്. ഇതിൽ നമ്മൾ ഉപയോഗിച്ചിരുന്ന NJW സീരീസ് തന്നെയാണ്. ഇതിൽ മൊത്തം ഉപയോഗിച്ചിരുന്ന NJW സീരീസ് ആണ് നമ്മൾ പെയറുകൾ ഉപയോഗിച്ചിരിക്കുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ തോഷിപ്പോൾ കുറച്ച് കിട്ടാൻ ചില സമയത്തൊക്കെ ഡ്യൂപ്ലിക്കേറ്റ് കിട്ടും. അതുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ NJW സീരീസ് എടുത്തിരിക്കുന്നത്. ഇത് ഒരു ചാനൽ നമുക്ക് 300 വാട്ടാണ് വരുന്നത്. അതായത് 300+300, ഈ രണ്ടും കൂടിയിട്ട് 600 വാട്ട് സബ് വൂഫറിന് വേണ്ടി മാത്രമാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതിനകത്തൊരു സബ് വൂഫറിൻ്റെ ഫിൽറ്റർ ബോർഡ് നമ്മൾ സെപ്പറേറ്റ് Gtechൻ്റെ ഉപയോഗിച്ചിട്ടുണ്ട്. സബ് വൂഫറിൻ്റെ ആംപ്ലിഫയറിന് വേണ്ടിയിട്ട് മാത്രമാണ്. ഇതാണ് നമ്മുടെ സബ് വൂഫറിൻ്റെ ആംപ്ലിഫയർ. പിന്നെ ഈ വന്നിരിക്കുന്നത് ഡിസ്പ്ലേയിലേക്കുള്ള സ്ട്രിപ്പാണ് ഈ ബോർഡിലേക്ക് കൊടുത്തിരിക്കുന്നത്. ഇതാണ് നമ്മുടെ പവർട്രിക്കിൻ്റെ ബോർഡ് വന്നിരിക്കുന്നത്. 5 ചാനൽ, അതായത് ഓരോ ചാനൽ 100 വാട്ട് വീതമാണ് നമുക്ക് ലഭിക്കുന്നത്. 5 ചാനൽ കൂടി 500 വാട്ട് നമുക്ക് ലഭിക്കും. പവർട്രിക്കിൻ്റെ തന്നെ 5.2 ഒരു സ്പീക്കർ പ്രൊട്ടക്ഷനാണ് ഈ കൊടുത്തിരിക്കുന്നത്. അതിൻ്റെയൊക്കെ സ്പീക്കർ ഔട്ടുകളാണ് ബനാന സോക്കറ്റ് നമ്മൾ വഴി കൊടുത്തിരിക്കുന്നു. ഇതെല്ലാം സ്പീക്കർ ഔട്ടുകളാണ്. ഫ്രണ്ട് ലെഫ്റ്റ് റൈറ്റ്, സെൻറ്റർ, സറൗണ്ട് ലെഫ്റ്റ് റൈറ്റ്, അതുപോലെ തന്നെ 2 സബ് വൂഫർ ബനാന സോക്കറ്റിലാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. പിന്നെ കൊടുത്തിരിക്കുന്നതാണ് Gtechൻ്റെ ഒരു HDMI കാർഡ്, 3 HDMI ഇൻപുട്ട്, ഒരു ARC, അതുപോലെ തന്നെ ഔട്ട് കൂടിയാണ് അതിനകത്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ വന്നിരിക്കുന്നത് ഒപ്റ്റിക്കൽ, കോയാക്സിൽ, ഓക്സിലറി ഇൻപുട്ട്, ഒരു ആൻറ്റിന. ഇത്രയാണ് HDMI കാർഡിൽ വരുന്നത്. പിന്നെ ഇതെല്ലാം സപ്ലൈകളും അതുപോലെ തന്നെ USB-ലേക്കുള്ള ഔട്ടും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമ്മൾ കൂടുതൽ കുറച്ച് ഫാൻ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഹീറ്റിൻ്റെ പ്രോബ്ലം ഇല്ലാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ 2 ബോർഡിനും സെപ്പറേറ്റ് ഫാൻ വെച്ചിട്ടുണ്ട്. ഈ ഭാഗത്തും ഓരോ ഫാനുകൾ വെച്ചിട്ടുണ്ട്. ടോട്ടൽ ഒരു 3 ഫാൻ കൊടുത്തിട്ടുണ്ട്. ഇനി ഹീറ്റിൻ്റെ ഇഷ്യൂ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫാൻ ഒട്ടും കുറവ് വരുത്തിയിട്ടില്ല. ഇത്രയൊക്കെയാണ് നമ്മുടെ ആംപ്ലിഫയറിൻ്റെ ഉൾവശം വരുന്നത്. ഇതാണ് നമ്മുടെ ആംപ്ലിഫയറിൻ്റെ പുറകുവശം വരുന്നത്. നമ്മൾ ഈ പ്രാവശ്യം ചെയ്തിരിക്കുന്നത് അക്രിലിക് തന്നെയാണ്. ഇത് ചെറിയൊരു മാറ്റ് ഫിനിഷ് ആയിട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. കാരണം വെച്ചാൽ ഇത് ഫുള്ള് മാറ്റ്, നമുക്ക് പ്രത്യേകിച്ച് പവറിലോ കാര്യങ്ങളൊന്നും വീണാലും അറിയാതിരിക്കാൻ വേണ്ടിയാണ് മാറ്റ് കൊടുത്തിരിക്കുന്നത്. ഇതാണ് നമ്മുടെ Gtechൻ്റെ HDMI വന്നിരിക്കുന്നത്.
ഇത് HDMI ഔട്ട് വിത്ത് ARC ആണ്. നമുക്ക് ARC TV-ന്ന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ARC. അതല്ല നമുക്ക് മറ്റുള്ള യൂണിറ്റിലേക്ക് പ്രൊജക്റ്റിലേക്ക് അല്ലെങ്കിൽ TV-ലേക്ക് ഔട്ട് ആയിട്ടും ഇത് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. പിന്നെ വന്നിരിക്കുന്നത് HDMI 1, 2, 3 അങ്ങനെ 3 HDMI ഇൻപുട്ട് ഉണ്ട്. നമുക്കിത് വേണമെങ്കിൽ ബ്ലൂറേ പ്ലെയർ, കമ്പ്യൂട്ടർ, അതുപോലെ തന്നെ CC ക്യാമറ ഇങ്ങനെ വേണ്ട ഇൻപുട്ടുകളെല്ലാം ഇതുവഴി കൊടുക്കാം. പിന്നെ ഉള്ളതാണ് കോയാക്സിലും ഒപ്റ്റിക്കലും വന്നിരിക്കുന്നത്. ഇത് നമുക്കിപ്പോൾ ബ്ലൂറേ പ്ലെയർ അല്ലെങ്കിൽ TV എന്നുള്ള കോയാക്സിൽ ഒപ്റ്റിക്കൽ വഴി ഇത് നമുക്ക് കൊടുക്കാൻ സാധിക്കും. പിന്നെ ഓക്സിലറി കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഫോണിൽ നിന്ന് ഡയറക്റ്റ് കുത്താം, അതല്ല വേറെ ഏതെങ്കിലും ഡിവൈസിൽ നിന്ന് നമുക്ക് ഓക്സിലറി ഇതിനകത്ത് കണക്ട് ചെയ്യാനാണ്. പിന്നെ ഒരു ആൻറ്റിനയാണ് കൊടുത്തിരിക്കുന്നത്. ഇതെല്ലാം സ്പീക്കർ ഔട്ടുകളാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. പ്ലസ് മൈനസ് ആയിട്ടുള്ള റെഡും ബ്ലാക്കാണ് കൊടുത്തിരിക്കുന്നത്. ഇത് 2 സബ്ബാണ് നമ്മൾ ഈ പ്രാവശ്യം കൊടുത്തിരിക്കുന്നത്. 2 സബ് വൂഫറാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഇത് സറൗണ്ട് ലെഫ്റ്റ് റൈറ്റ് കൊടുത്തിരിക്കുന്നു. അതിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് സെൻറ്റർ പ്ലസ് മൈനസ്. ഇത് ഫ്രണ്ടിൻ്റെ, അതായത് ഫ്രണ്ട് ലെഫ്റ്റ്, ഫ്രണ്ട് റൈറ്റ്, ഇത്രയാണ് സ്പീക്കർ ഔട്ടുകൾ വരുന്നത്. പിന്നെ ഒരു കമ്പ്യൂട്ടറിൻ്റെ AC കോഡ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് തന്നെ ഇൻബിൽറ്റ് ഫ്യൂസോട് കൂടിയാണ് ഇത് കൊടുത്തിരിക്കുന്നത്. ഇത്രയൊക്കെയാണ് ഇതിൻ്റെ പുറകുവശം വരുന്നത്. ഇതാണ് നമ്മുടെ ആംപ്ലിഫയറിൻ്റെ മുൻവശം. സാധാരണ നമ്മൾ സ്ഥിരം ചെയ്യാറുള്ള മുൻവശം തന്നെയാണ് ഈ പ്രാവശ്യം ചെയ്തിരിക്കുന്നത്. ഇതിൽ ഔട്ടർ കൊടുത്തിരിക്കുന്നത് മാറ്റ് ഫിനിഷ് ആയിട്ടും ഇന്നർ ഭാഗം, അതായത് ഇത്രയും ഭാഗം കൊടുത്തിരിക്കുന്നത് ഗ്ലോസി ആയിട്ടും. അതിൻ്റെ അകത്തൊരു ക്ലിയർ ഗ്ലാസ് കൊടുത്തിട്ടുണ്ട്. കാരണം നമ്മളിത് കളർ ഡിസ്പ്ലേ ആയതുകൊണ്ടാണ് നമ്മൾ ക്ലിയർ കൊടുത്തത്. കുറച്ചും കൂടി കളർ ഫീൽ വരാൻ വേണ്ടിയിട്ടാണ് ക്ലിയർ ഗ്ലാസ് കൊടുത്തിരിക്കുന്നത്. പിന്നെ വന്നിരിക്കുന്നത് ഈ പ്രാവശ്യം നമ്മൾ പവർ ഓൺ സ്വിച്ച് സ്ക്വയർ എന്നുള്ളിടത്ത് തന്നെ ഒരു റൗണ്ട് ടൈപ്പ് ഉപയോഗിച്ചിട്ടുണ്ട്. ഇതിൻ്റെ എൻകോഡറാണ്, മാസ്റ്റർ വോളിയം. ഇതുവഴി എല്ലാവരും സെലക്ട് ചെയ്യാൻ സാധിക്കും. പിന്നെ വന്നിരിക്കുന്നത് കളർ ഡിസ്പ്ലേ Gtechൻ്റെയാണ് നമ്മൾ ഈ പ്രാവശ്യം എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് കളർ ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. ഇത് USB-യിൽ കണക്ട് ചെയ്ത് നമ്മൾ പാട്ട് സെലക്ട് ചെയ്യുകയാണെങ്കിൽ ആ പാട്ടിൻ്റെ വരികൾ നമുക്ക് ഇവിടെ എഴുതി കാണിക്കും. അതുപോലെ തന്നെ ബിറ്റ് റൈറ്റ് കാണിക്കും. അങ്ങനെ കുറേ ഓപ്ഷൻസ് ഇതിനകത്തുണ്ട്. പിന്നെ എല്ലാ ഇൻപുട്ടുകളും ഇതിനകത്ത് എഴുതി കാണിക്കും. പിന്നെ വന്നിരിക്കുകയാണ് USB കുത്താനുള്ള ഒരു സ്ലോട്ട്. ഇത് നമ്മൾ കൊടുത്തിരിക്കുന്നത് സബ്വൂഫറിൻ്റെ വോളിയായിട്ടാണ്. ഇതുവഴിയായിട്ട് നമുക്ക് സബ്വൂഫറിൻ്റെ വോളിയം പെട്ടെന്ന് കൂട്ടുവാനും കുറയ്ക്കാനായിട്ട് സാധിക്കും. ഇത്രയൊക്കെയാണ് ഇതിൻ്റെ ഫ്രണ്ട് പാനൽ വന്നിരിക്കുന്നത്. അടുത്തായിട്ട് നമുക്ക് റിമോട്ട് നോക്കാം. കാരണം വെച്ചാൽ റിമോട്ട് നമ്മുടെ സാധാരണ റിമോട്ട് കിറ്റിൽ വരുന്ന പോലത്തെ റിമോട്ടല്ല. ശരിക്കും ഇതൊരു AVRൻ്റെ റിമോട്ട് പോലെ തന്നെയാണ് ഇരിക്കുന്നത്. ഇതാണ് ഇൻപുട്ടുകൾ വരുന്നത്. HDMI 1, 2, 3 അങ്ങനെ 3 HDMI ഇൻപുട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതുകൂടാതെ ARC, കോയാക്സിൽ, ഒപ്റ്റിക്കൽ, പിന്നെ വരുന്നത് PC USB വരുന്നുണ്ട്, ഓക്സിലറി ഇൻപുട്ട് വരുന്നുണ്ട്, ബ്ലൂടൂത്ത്, പിന്നെ ഒരു ടെസ്റ്റ് ടോൺ 5.1 നമുക്ക് സെലക്ട് ചെയ്യാനുള്ളത്, USB. ഇത്രയാണ് ഇൻപുട്ടുകൾ വരുന്നത്. പിന്നെ ഇതിൻ്റെ അകത്ത് ഇതെല്ലാം പാട്ട് നെക്സ്റ്റ് ചെയ്യാനുള്ളതാണ്. പിന്നെ വോളിയം പ്ലസ് മൈനസ് ആണ്. പിന്നെ ഇതെല്ലാം പാട്ടിൻ്റെ നമ്പർ അടിച്ചു കൊടുത്താൽ നമുക്ക് കിട്ടും. പിന്നെ വരുന്നത് ഒരു സെറ്റിംഗ്സ് ആണ്. ഈ സെറ്റിംഗ്സിൽ ഇതെല്ലാം ഇത്രയൊക്കെയാണ് എഴുതി കാണിക്കുന്നത്. നമ്മൾ ഏത് മോഡിലാണ് കിടക്കുന്നത്, 5.1 ആണ്, 2.1 ആണോ, പിന്നെ ലാംഗ്വേജ്, ഇതൊക്കെയാണ് വരുന്നത്. പിന്നെ മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇതിനകത്ത് വോളിയം നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് പഴയതെന്ന് വെച്ചാൽ എളുപ്പമാണ് ചെയ്യാൻ. ഇത് കുറച്ച് ബുദ്ധിമുട്ടാണ്. നമ്മൾ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ശീലവും. ഇതിൽ വോളിയം എടുത്തതിന് ശേഷം നമുക്ക് ഏതൊക്കെ വോളിയാണ് കൂടുതൽ വേണ്ടതെന്നുണ്ടെങ്കിൽ ഫ്രണ്ട് ഇതെല്ലാം സെപ്പറേറ്റ് നമുക്ക് ഇതിനകത്ത് ഓരോന്ന് സെലക്ട് ചെയ്തതിന് ശേഷം ഇതിപ്പോൾ എടുക്കുക. വോളിയത്തിൻ്റെ എംബ്ലം ഞെക്കിക്കഴിഞ്ഞ് ഇതേപോലെ വരും. പിന്നെ അതിന് ശേഷം നമുക്ക് ഇതിനകത്ത് സെലക്ട് ചെയ്യാം. ഇപ്പോൾ സറൗണ്ട് സെലക്റ്റായി. പിന്നെ വരുന്ന സറൗണ്ട് ലെഫ്റ്റ്, സബ്, സെൻറ്റർ, ഫ്രണ്ട് റൈറ്റ്, ഫ്രണ്ട് ലെഫ്റ്റ്. അതിൽ പ്ലസും മൈനസും കൊടുക്കുന്നതോറും നമുക്കിത് കൂടിയും കുറഞ്ഞും വരും. അപ്പോൾ നമ്മൾ ഇഷ്ടത്തിനനുസരിച്ച് എത്രയൊക്കെയാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് സെലക്ട് ചെയ്ത് വെക്കാം. കുറച്ച് ബുദ്ധിമുട്ടാണ്. കുറച്ച് ദിവസം നമ്മളിത് റിമോട്ട് ഹാൻഡിൽ ചെയ്ത് കഴിയുമ്പോൾ ഇത് പഠിക്കാവുന്നതാണ്. പിന്നെ വരുന്നത് ഇതിനകത്തൊരു പ്രത്യേകത, നമ്മൾ സാധാരണ റിമോട്ടിൽ വരുന്നത് 5.1 കിറ്റിൽ എല്ലാവരും നമ്മൾ പ്രൊലോജിക്ക് സ്റ്റീരിയോ ഇൻപുട്ട് കൊടുക്കുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി 5.1 പ്രൊലോജിക്കായിട്ട് വർക്ക് ചെയ്യും. ഇതിൽ അതുപോലെയല്ല. ഇതിൽ ചെയ്യേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ 5.1 എന്നുള്ള ചാനൽ നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ARC വഴിയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഡിവൈസ് വഴിയോ ഒറിജിനൽ ഡോൾബി ഡിജിറ്റൽ അല്ലെങ്കിൽ DTS ഫയൽ കൊടുത്തു കഴിഞ്ഞാൽ സെപ്പറേറ്റ് നമുക്ക് DTS എഫക്റ്റ് ആയിട്ട് കേൾക്കാം. ഇതിൽ പ്രൊലോജിക്ക് 5.1ൽ സ്റ്റീരിയോ ഇൻപുട്ട് കൊടുത്താൽ പ്രൊലോജിക്ക് അല്ല, 5.1 സ്റ്റീരിയോ ആണ് വർക്ക് ചെയ്യുന്നത്. പിന്നെ വന്നിരിക്കുന്നത് സ്റ്റീരിയോ 2 ചാനലാണ്. ഈ 2 ചാനൽ സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ലെഫ്റ്റ് റൈറ്റ് സ്പീക്കർ മാത്രമാണ് വർക്ക് ചെയ്യുന്നത്. പിന്നെ കൊടുത്തിരിക്കുന്നത് 2.1 ആണ്, ലെഫ്റ്റ് റൈറ്റും സബ് വൂഫറും. പിന്നെ വന്നിരിക്കുന്നത് 3.1 ആണ്. അതിൽ വന്നിരിക്കുന്നത് ലെഫ്റ്റ് റൈറ്റ് സെൻറ്റർ അതുപോലെ തന്നെ സബ്. അടുത്ത് വന്നിരിക്കുന്നതാണ് 4.1 ചാനൽ വന്നിരിക്കുന്നത്. ഇതിലാണ് നമുക്ക് പ്രൊലോജിക്ക് വെർഷൻ കിട്ടുന്നത്. അതായത് വന്നിരിക്കുന്നത് വെച്ചാൽ ഫ്രണ്ട് ലെഫ്റ്റ് റൈറ്റ് സ്റ്റീരിയോ മോഡിലും സബ് വൂഫർ നമുക്ക് കിട്ടും. പുറകിൽ 2 സ്പീക്കർ നമ്മൾ സ്റ്റീരിയോ ഇൻപുട്ട് കൊടുക്കുകയാണെങ്കിൽ പ്രൊലോജിക്ക് സറൗണ്ട് ആയിട്ട് തന്നെ വർക്ക് ചെയ്യും. പിന്നെ അടുത്തൊരു ഓപ്ഷനാണ് 5.1. ഇത്രയൊക്കെയാണ് റിമോട്ടിൽ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത്. ഇപ്പോൾ ഇതിൽ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് 5 സ്പീക്കറും 12 ഇഞ്ച് സോണിയുടെ നമ്മൾ സ്ഥിരം ഉപയോഗിക്കാറുള്ള സബ് വൂഫറാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഫ്രണ്ട് ലെഫ്റ്റ് റൈറ്റ് ആയിട്ടും ഇത് കൊടുത്തിരിക്കുന്നു. അതുപോലെ തന്നെ സെൻട്രൽ സ്പീക്കർ കൊടുത്തിരിക്കുന്നു. 4 ഇഞ്ചാണ് കൊടുത്തിരിക്കുന്നത്. 2 വേ ബോക്സ്. ഇത് ലെഫ്റ്റ് ചാനലായിട്ട് കൊടുത്തിരിക്കുന്നത്. ഇതേ സെയിം തന്നെയാണ് നമ്മൾ സറൗണ്ടും കൊടുത്തിരിക്കുന്നത്. സബ് വൂഫർ 12 ഇഞ്ചാണെന്ന് മാത്രം. ഇത് നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. One day I blow up from the basement statement. The top is so vacant. I don't hear shit that I think
everybody in the world blind? Please, Lord, give me a sign, a sign. I feel like I'm losing my mind. Is everybody in the world blind? Please, Lord, give me a sign, a sign. Yeah, there's no ടിവിയിൽ നിന്നാണ് കണക്ട് ചെയ്തിരിക്കുന്നത് ARC വഴി ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഡിസ്പ്ലേയിൽ ARC എന്നാണ് എഴുതി കാണിച്ചിരിക്കുന്നത്. ഇത് നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഇതിൻ്റെ നിങ്ങൾ ഓഡിയോ ക്വാളിറ്റി കേട്ടിരിക്കും. കാരണം വെച്ചാൽ ഓഡിയോ ക്വാളിറ്റിയും ഈ മൈക്കിൽ കൂടെ ഒരു പരിധിയുണ്ട്. നമ്മൾ DSLR കൂടെ അല്ലെങ്കിൽ മൊബൈലിൻ്റെ എന്നൊക്കെ ഒരു പരിധിയുണ്ട്. നമ്മൾ നേരിട്ട് കേൾക്കണതിൻ്റെ പകുതി പോലും ഉണ്ടാവില്ല നമ്മൾ മൊബൈലിൽ കേൾക്കുമ്പോൾ. അപ്പോൾ അതിലെന്തെങ്കിലും കുറ്റവും കുറവുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക. പിന്നെ കോപ്പിറൈറ്റ് ഉള്ളതുകൊണ്ട് നമുക്ക് ഈ യൂട്യൂബ് തരുന്ന സോങ്സിനാണ് നമുക്ക് ഇടാൻ സാധിക്കുള്ളൂ. പിന്നെ ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ മാക്സിമം നിങ്ങൾ വാട്സപ്പ് ചാറ്റ് ഒഴിവാക്കുക. എല്ലാ വീഡിയോയിലും ഞാൻ പറയാറുള്ളതാണ് വാട്സപ്പ് ചാറ്റ് ഒഴിവാക്കുക. ഈ വാട്സപ്പ് വഴി എനിക്കും ഇതുകൂടി ഒന്നും മനസ്സിലാവില്ല. ചാറ്റിങ് കൂടെ നിങ്ങൾക്കും എനിക്ക് ഇത് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ സാധിക്കില്ല. അതുപോലെ 1-2 ചാറ്റിംഗ് ഒക്കെ നമുക്ക് ചെയ്യാം. അതിന് മേലെ ഇത് തന്നെയായിട്ട് ഇതിൻ്റെ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് ചാറ്റിങ് നിങ്ങൾ മാക്സിമം ഒഴിവാക്കുക. കോൾ വിളിച്ചാൽ മതി. IMO കോൾ, വാട്സപ്പ് കോൾ, ഡയറക്റ്റ് കോൾ വിളിച്ചാലും മതി. ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോസിലൂടെ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവുകയാണെങ്കിൽ അതുപോലെ തന്നെ ഉപകാരപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. കൂടാതെ സബ്സ്ക്രൈബ് കൂടി ചെയ്യാൻ ഓർക്കുക. ആ സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ബെല്ലൈക്കൺ കാണാം. അത് അമർത്തിയാലാണ് നമ്മുടെ ചാനലിൽ വരുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുകയുള്ളൂ. പിന്നെ എൻ്റെ വില വിവരങ്ങൾ കാര്യങ്ങളെല്ലാം ഞാൻ താഴെ കൊടുത്തേക്കാം. നിങ്ങൾ പോയിട്ടൊന്ന് ഡീറ്റെയിൽ ഒന്ന് ചെക്ക് ചെയ്തിട്ടൊന്ന് നോക്കുക. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.